കുടുംബമെന്നാൽ കൂടുമ്പോൾ ഇമ്പമുള്ളത് എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം അന്വർത്ഥമാക്കുന്ന ഒരു കുടുംബ സംഗമത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. 300 വർഷം പഴക്കമുള്ള അറുവൻപള്ളി കുടുംബ സംഗമം ആഗസ്റ്റ് 15, 2024 കണ്ണൂർ ജില്ലയിലെ കാട്ടാമ്പള്ളി കൈരളി റിസോർട്ടിൽ നടന്നു. രാവിലെ 9 മണിക്ക് പതാക ഉയർത്തൽ ചടങ്ങ്. ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ കമ്മിറ്റി ചെയർമാൻ AP ജലാൽ പതാക ഉയർത്തിയതോടുകൂടി ഒരു ദിനം നീണ്ടു നിൽക്കുന്ന ഈ കുടുംബ സംഗമത്തിൻ്റെ പരിപാടിക്ക് ആരംഭം കുറിച്ചു. നോക്കാം ഈ കുടുംബത്തിൻ്റെ സംഗമ വിശേഷത്തിലേക്ക്. ഏവർക്കും സ്വാഗതം. വ്യത്യസ്ത രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അനേകം വ്യക്തികൾ സംഭാവന നൽകിയിട്ടുണ്ട് ഈ കുടുംബം. മുൻകാലത്ത് പഞ്ചായത്ത് അംഗം മുതൽ ആധുനിക വർത്തമാനകാലത്ത് ലോകസഭാ അംഗത്വ വരെ സംഭാവന നൽകിയ ഈ കുടുംബം കണ്ണൂർ ജില്ലയിലെ അത്യപൂർവമായ ഒരു കുടുംബമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 76ാം വാർഷിക ദിനത്തിൽ തന്നെ ഈ കുടുംബ സംഗമം തെരഞ്ഞെടുത്തതിലൂടെ ഈ പരിപാടിയുടെ മാറ്റ് ഒന്നുകൂടി കൂട്ടി. ആദം ഹാജിയിൽ തുടങ്ങി കുന്നറത്തെ കാതർക്ക, കലന്തൻ മൂസാനിക്ക എന്നീ 2 കാരണവന്മാരിലൂടെ സഞ്ചരിച്ച ഈ തറവാടിൻ്റെ കീഴിൽ അരിയമ്പാട്ട്, പഴയ കുന്നറത്ത് തുടങ്ങി ബത്തക്കരവിട വരെ 8ഓളം ബംഗ്ലാവുകൾ പണിതു. അവരുടെ ധനാഢ്യത്തെ വിളിച്ചോതുന്ന ഒരു നിത്യ സ്മാരകങ്ങളാണ് ഇന്നും ഈ തറവാടുകൾ. നാട്ടിൽ കട്ടപ്പുരയും ഓലപ്പുരയും സാർവത്രികമായ ഒരു കാലഘട്ടത്തിലാണ് ഈ ബംഗ്ലാവുകൾ നിർമ്മിച്ചത് എന്നത് അവരുടെ ധനാഢ്യത്തെ വിളിച്ചോതുന്നു. ഇന്ന് ഇതിൻ്റെ കീഴിൽ 128ഓളം വീടുകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന ഈ തറവാട് 1500ഓളം അംഗസംഖ്യയും ഉണ്ട്. ഹലോ, ഓക്കെ. അപ്പൊ നമ്മളെ ഈ പ്രോഗ്രാം വന്നിരിക്കുന്ന മുഴുവൻ കുടുംബങ്ങളും അത് ഹാളിന് പുറത്താകുന്നുണ്ടെങ്കിൽ എല്ലാവരും എത്രയും പെട്ടെന്ന് ഹാളിനകത്തോട്ട് കയറിയിരിക്കേണ്ടതാണ്. നമ്മുടെ ഈ ഒരു കുടുംബത്തിന്റെ ഫാമിലി എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം F ആണ്. F എന്ന പദം നമ്മോട് സൂചിപ്പിക്കുന്നത് ഒരു ഫാമിലിക്ക് എപ്പോഴും ഫൗണ്ടേഷൻ ഉണ്ടാവണം എന്നാണ്, ഒരു അടിത്തറ ഉണ്ടാവണം. അസ്ലും ഫസ്ലും ഇല്ലാത്ത എന്ന അറബിയിൽ പറയാറുണ്ട്. അടിത്തറ ഇല്ലാത്ത ഫാമിലികൾക്ക് എവിടെയും അവസരങ്ങൾ ഉണ്ടാവില്ല. വർത്തമാനകാല സാഹചര്യങ്ങളിൽ അതിന്റെ വാല്യൂ എത്രമേൽ വലുതാണ് എന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ടതുമില്ല. തന്നിലേൽപ്പിക്കുന്ന ഉത്തരവാദിത്തത്തെ വളരെ ഫലപ്രദമായി അവരുടെ സ്വപ്നങ്ങൾ മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന കാരണവന്മാരാണ്. അതായത് ജീവിതം നാം ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു യാത്രയല്ല, എത്തിച്ചേരുന്നിടത്തുണ്ടാകേണ്ട സന്തോഷമാണ് ഉണ്ടാകുന്നത്. കൂടെ ചേർത്ത് നിർത്തുന്നതാണ് കുടുംബം. അവിടെ തെറ്റുപറ്റിയാൽ ഉപദേശിക്കാൻ, തിരുത്താൻ ആളുകളാണ്. നമ്മുടെ അനുഭവത്തോട് സംഭവിക്കുന്ന കാര്യമില്ല. ഭാര്യ ഭർത്താവ് കലഹിച്ചാൽ കുട്ടികളാണ് മോശം. നേരത്തെ ഭാര്യ ഭർത്താവ് കലഹിച്ചാൽ അവിടെ കാരണവന്മാരുണ്ടാവും, ഉപ്പുമ്പോഴുണ്ടാവും, എളുപ്പമ്പോഴുണ്ടാവും. ഒരു നോട്ടത്തിൽ ആ കലഹ അവസാനിക്കും. ഇപ്പൊ തർക്കങ്ങൾ അത് കുട്ടികളെ ബാധിക്കും, അവരുടെ ജീവിതത്തെ ബാധിക്കും. അത് പരിഹരിക്കാനാണില്ല. ഡൈവേഴ്സ് എത്ര കൂടുതൽ നിങ്ങള് ഈ നമ്മുടെ തലമുറ നമ്മളെക്കാൾ ഫാസ്റ്റാണ് പുതിയ തലമുറ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഡൈവേഴ്സ് വിവാഹത്തേക്കാൾ കൂടുതൽ കണക്കാണ് ഡൈവേഴ്സ്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമുക്ക് ഉത്തരവാദിത്തമില്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഈ പുതിയ ചില ഫാഷൻ ആധുനിക ജീവിത സംവിധാനത്തിന് മനുഷ്യന്റെ വളർച്ചയ്ക്ക് ഗുണമായി എല്ലാത്തിനെയും നാം സ്വീകരിക്കണം. പക്ഷേ നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന ചില രീതികളാണ് വരുന്നത്. 1 ലക്ഷം രൂപയുടെ ചെക്ക് അദ്ദേഹത്തിനായിട്ട് നമ്മുടെ ഒരു അറുവൻപള്ളി പുതിയ പുരയിൽ ഫാമിലി മീറ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ വയനാടിനെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം മെമ്പറുടെ കാര്യങ്ങളിലേക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്.
സൈക്കോളജിസ്റ്റ് ഫസ്റ്റ് ഒന്നാം സ്ഥാനം കൂടി. നമ്മുടെ അറുപൽപ്പള്ളി പുതിയപുരയിൽ ഫാമിലി ഉണ്ടാവട്ടെ നാം പോയിക്കൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പൊ നമ്മൾ ഇതാ കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. 10 9 8 7 6 5 4 ബുദ്ധിമാനായ അയാൾക്ക് രാജകന്യക കരക്കു കാണാത്തതിന്റെ കാര്യം മനസ്സിലായി. അതേ കെട്ടിയ തന്റെ രണ്ടാം മുണ്ട് കോടിയായിരുന്നതിനാൽ അത് അവർക്കെല്ലാവർക്കും പ്രോത്സാഹന സമ്മാനമുണ്ട്. ഇത് ആലോചിക്കാൻ പാടില്ല, പെട്ടെന്ന് തരണം. തുടങ്ങിയാൽ ഓക്കെ. അപ്പൊ ദോശ ചെറുപയർ, ചെറുപയർ ദോശ, ദോശ അരിദോശയാണ്, ഗോതമ്പ് ദോശയാണ്, മൈദ ദോശയാണ്. നിങ്ങൾ ആരും കേട്ടില്ലല്ലോ. ലാസ്റ്റ് ആണ് ദോശ. മലയാളം പറഞ്ഞ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മലയാളം. ദോശ ദോശ അല്ലേ, ചെറുപയറല്ലേ, ചെറുപയർ ദോശ, ദോശ ചെറുപയർ, ചെറുപയർ ദോശ, ദോശ ചെറുപയർ. 1 2 3 5 അരിയ റൊട്ടി. ആ കറി എന്താണ്? ഇഷ്ട, മട്ടൺ ഇഷ്ട, ചിക്കൻ ഇഷ്ട, ബീഫ് ഇഷ്ട. ബീഫ് ഇഷ്ടം തലശ്ശേരിയുള്ള അരിയ റൊട്ടിയും ബീഫ് ഇഷ്ടം. ബീഫ് ഇഷ്ടം അരിയ റൊട്ടി, റൊട്ടി ബീഫ്, ബീഫ് റൊട്ടി, റൊട്ടി ബീഫ്, ബീഫ് റൊട്ടി, റൊട്ടി ബീഫ്, ബീഫ് റൊട്ടി, റൊട്ടി. 1 2 3 5 7 9 റിസൾട്ട് വന്നു, പാസ്സായി. ഓക്കെ. രാവിലെ എന്താ കഴിച്ചത്? വട. ഇന്ന് ഉച്ചക്ക് അത്തോട്ട് ബിരിയാണി കഴിച്ചു. എത്ര സമയത്ത് നിന്നു? ആരായിരുന്നു മുന്നിൽ? പിന്നിൽ ആരായിരുന്നു? ബിരിയാണി മാത്രമേ നോക്കിയിട്ടു, മുന്നിൽ പിന്നാലെ നോക്കിയില്ല. ലക്ഷ്യം ഒറ്റ ഒന്ന് മാത്രമാണ് ബിരിയാണി. ഓക്കെ, റെഡി സ്റ്റാർട്ട്. 1 3 4 5 7 8 9 തെറ്റിക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വിജയിച്ചിരിക്കുന്നു ഓൾറെഡി. അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ. യെസ്, നമ്മുടെ ഈ സ്റ്റേജിലേക്ക് ഫസ്റ്റ് കയറി വന്നാണ്. പേര്? രാവിലെ കഴിച്ചത് ഇവിടുന്ന് പൊരിച്ച പത്തല്, വീട്ടിൽ നിന്ന് പൊരിക്കാത്ത പത്തല്, വീട്ടിൽ നിന്ന് കഴിച്ചു. അത് ഇതാണ് നമ്മൾ സംഗമത്തിൽ നിന്ന് വിളിച്ചാൽ വീട്ടിൽ നിന്ന് പച്ച വെള്ളം കുടിക്കുന്നത്. കംപ്ലീറ്റ് ഇവിടെ വന്ന് എത്രത്തോളം മുതലാക്കാൻ പറ്റും അത്രത്തോളം മുതലാക്കാം. അടിപൊളി. യെസ്, അതാണ് സംഭവം. ഓക്കെ, ഇവിടുന്ന് എത്ര ഡ്രൈ ഫ്രൈ കഴിച്ചു ഉച്ചക്ക്? 2. പിന്നെ ചോദിച്ചായിരുന്നു? തിരക്കുള്ള കൊണ്ട് പോകാൻ പറ്റില്ല. ശരി, അപ്പൊ നല്ല കാര്യം കൊടുക്കാം. രാവിലെ പൊരിച്ചതാണോ ഉച്ചക്ക് പൊരിച്ചാണ്? റെഡി 1 2 3 1 3 4 5 7 9 മൂന്നുപേരുടെ സമ്മാനം പ്ലീസ്. അടുത്ത സമ്മാനം അവിടത്തേക്ക്. താങ്ക് യു. എല്ലാ ഇത് ബെഡ്ഷീറ്റ് കച്ചവടക്കാരമായി അല്ലേ? ബെഡ്ഷീറ്റ് എന്താ പോലെ തെങ്ങിന് ഓലായിട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്നത് അതിമനോഹരമായിട്ട്. ഒരാള് ഉടുക്കുന്നതിന് മുന്നേ ചുരുക്കുകയാണ്, ഉടുക്കുന്നതിന് മുന്നേ ചുരുക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ
മുകളിലേക്കുള്ള ബാക്കിയില്ല ഒരാൾക്ക് ബാക്കിയൊന്നുമില്ല. വളരെ മനോഹരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിൽ ആരാണ്? നോയിക്കോളും. ആ ഇവിടെ മൊത്തം സാധനം ബാക്കിയുള്ളേ. ഇതെല്ലാം കൊണ്ടുവരിക. കൊണ്ടൊക്കെ നിങ്ങള് കൊണ്ടൊക്കെ സാധനമില്ല. എല്ലാം കൂടി പാൻറ്റിന്റെ പോക്കെല്ലാം കൊണ്ടുവരുന്നത്. ഇത് സാരിയും മുണ്ടോ എങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും? ഒരു ഭാഗത്ത് സാരി ഒരു ഭാഗത്ത് മുണ്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. കൈ ഇവിടെ ആ കൈ കാണുന്നില്ല. കൊടുത്തോണ്ടിരിക്കുന്നു. ഇത് നോക്ക് മോനെ, ഇതിന്റെ സൗന്ദര്യം കണ്ട പരസ്യമായി കഴിക്കുകയാണ്. കൊടുത്തോ നോക്കട്ടെ. ഉടുക്കൂ കൊടുത്തോ. നോക്ക്. അഴിക്കരുത്. മക്കളെ ചെറിയ സ്ഥലം വഴി കൊടുക്കൂ. അങ്ങോട്ട് മാറി. ഇതാ പുള്ളിക്കാരൻ ഇവിടെ കെട്ടി തുടങ്ങിയിട്ടുണ്ട്. മുട്ട് തുടങ്ങാനായിട്ടില്ല, കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ആയോ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോളെ എല്ലാരും. മോഡൽ നോക്ക്. കെട്ടിക്കോ. എല്ലാരും നോക്കുന്നുണ്ട്. എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എല്ലാരും എല്ലപ്പാ ഇതെന്താ പിങ്ങനെ പോയത്? ഒന്ന് ഇപ്പുറത്തേക്ക് മറിച്ചിട്. അപ്പുറത്തേക്ക് മറിച്ചിട്. എങ്ങനെയെങ്കിലും മറിച്ചിട്. കുഴപ്പമില്ല. യെസ് കഴിഞ്ഞോ? നിൽക്കാം. ഇതില് ഏറ്റവും മനോഹരമായി കൈകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായി സാരി ആര് എന്നുള്ളതാണ്. ഇദ്ദേഹമാണ് കൈവക്കാം. നിങ്ങളപ്പോൾ ആരും വന്നിട്ടില്ല. പുള്ളിക്കാർ ഒറ്റയ്ക്ക് വന്നു. ആരുമില്ല. ഓക്കെ, ഇദ്ദേഹമാണ് കൈവക്കാം. അല്ല, ഇദ്ദേഹമാണ് കൈവക്കാം. അല്ല, ഇദ്ദേഹമാണ് കൈവക്കാം. ആണെന്നാണോ അല്ലാതാണോ? അല്ല, ഇദ്ദേഹമാണോ? കുറച്ചാൾക്കാര് ഇദ്ദേഹമാണോ? കുറച്ചാൾക്കാര് നിങ്ങളെ കാണിച്ചില്ലേ? ഇദ്ദേഹമല്ല, ഇദ്ദേഹമാണോ? അപ്പൊ ആരാണ് യഥാർത്ഥ വിജയി? ഇങ്ങോട്ട് വരിക. ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഇദ്ദേഹമാണെന്ന് പറയുന്ന കൈമുക്ക. ഇവര് മൂന്നാളല്ലേ ഏറ്റവും നന്നായിട്ടുള്ളല്ലേ? ആണോ? പറയണ്ട. ആര് ഇദ്ദേഹം? ഇങ്ങോട്ട് വാ. ഓക്കെ, ഇതിലാരാണ് ഏറ്റവും നന്നായി സാരി ഉള്ളത്? ഇദ്ദേഹം. കൈമുക്കണം. ഇദ്ദേഹമാണ് കൈമുക്കിയ. നാലഞ്ചാണ് കൈതാത്തോ. ഇതാണ് കൈമുക്കിയ. കുഴപ്പമില്ല, കൈതാത്തെ. ഇദ്ദേഹമാണ് കൈവക്കാം. കുഴപ്പമില്ല, കൈതാത്തെ. ഇദ്ദേഹമാണ് കൈവക്കാം. അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്. മഹിൽ മഹാസീനെന്നും മഹിമയിലും സുൽത്താനും മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്. അവളുടെ മധുവൊഴുകും ഹുസ്നുൽ ജമാല്. മണിവൈരം മാണിക്യം മരതകവും നാണിക്യം മതിയെഴുതാനേരുന്നൊരു മതിമിഴിയാള്. അവളുടെ മധുരിതമാ പേരാണ് ഹുസ്നുൽ ജമാല്. മഹിൽ മഹാസീനെന്നും മഹിമയിലും സുൽത്താനും മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള്. അവളുടെ മധുവൊഴുകും പേരാണ് ഹുസ്നുൽ ജമാല്.
ذكرك الجليل شرعنا بانزان كل تركنا يا غفورنا يا ودودنا اهدنا صراط قلبنا
फारूक के